ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 115 ദിവസം. ദാവീദും സാവൂളും രമ്യതയിൽ. ഇന്നേ ദിവസം നമ്മൾ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 24-ാം അധ്യായം 57-ാം സങ്കീർത്തനങ്ങൾ എന്നിവ വായിക്കുന്നു. സാവൂൾ ദാവീദിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കൈ ഉയർത്തുകയില്ലെന്ന് തീരുമാനിച്ച ദാവീദ് സാവൂളിനെ വെറുതെ വിടുകയും രമ്യതയിലാവുകയും ചെയ്യുന്നു. ദൈവപദ്ധതികളെയും ദൈവമൊരുക്കുന്ന സമയത്തെയും സമ്പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത ദാവീദ് കടുത്ത പ്രതിസന്ധികൾക്ക് നടുവിലും ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായത് നമുക്ക് മാതൃകയാകണമെന്ന സന്ദേശം തിരുവചനം നമുക്ക് നൽകുന്നു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 24-ാം അധ്യായം. ദാവീദ് സാവൂളിനെ വെറുതെ വിടുന്നു. ദാവീദ് അവിടെ നിന്ന് കയറി എൻഗേദിയിലെ ദുർഗങ്ങളിൽ പാർത്തു. സാവൂൾ ഫിലിസ്തീയക്കാരുടെ പിന്നാലെ നിന്ന് തിരിഞ്ഞപ്പോൾ ഇതാ ദാവീദ് എൻഗേദി മരുഭൂമിയിലുണ്ട് എന്ന് അവന് വാർത്ത കിട്ടി. ഉടനെ സാവൂൾ ഇസ്രായേൽ മുഴുവനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവൻ്റെ ആളുകളെയും അന്വേഷിക്കാൻ കാട്ടാടിൻ പാറകളുടെ മുമ്പിലേക്ക് യാത്ര തിരിച്ചു. അവൻ വഴിയരികിലുള്ള ആട്ടിൻ തൊഴുത്തുകളിൽ എത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. സാവൂൾ പ്രാഥമിക ആവശ്യങ്ങൾക്കായി അതിലേക്ക് പ്രവേശിച്ചു. ആ ഗുഹയുടെ ഉള്ളറകളിൽ ദാവീദും അവൻ്റെ ആളുകളും വസിക്കുന്നുണ്ടായിരുന്നു. ദാവീദിൻ്റെ ആളുകൾ അവനോട് പറഞ്ഞു, കർത്താവ് നിന്നോട്, ഇതാ ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, നിൻ്റെ ദൃഷ്ടികളിൽ ഉചിതമായത് നിനക്ക് അവനോട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാ. ദാവീദ് എഴുന്നേറ്റ് സാവൂളിൻ്റെ നിലയങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോൾ സാവൂളിൻ്റെ വസ്ത്രാഞ്ചലം മുറിച്ചതിനെപ്പറ്റി ദാവീദിൻ്റെ മനസ്സ് അവനെ പഴിച്ചു. അവൻ തൻ്റെ ആളുകളോട് പറഞ്ഞു, കർത്താവിൻ്റെ അഭിഷിക്തനായ യജമാനനെതിരെ കൈ ഉയർത്തി അദ്ദേഹത്തോട് ഇക്കാര്യം ചെയ്യുന്നതിന് കർത്താവ് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. അദ്ദേഹം കർത്താവിൻ്റെ അഭിഷിക്തനാണല്ലോ. അങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് ദാവീദ് തൻ്റെ ആളുകളെ ശാസിച്ചു. സാവൂളിന് നേരെ ഉയരാൻ അവൻ അവരെ അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് വഴിയെ നടന്നു. അതിനെ തുടർന്ന് ദാവീദ് എഴുന്നേറ്റ് സാവൂളിൻ്റെ പിന്നാലെ, എൻ്റെ യജമാനായ രാജാവേ എന്ന് വിളിച്ചുകൊണ്ട് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. സാവൂൾ തൻ്റെ പിമ്പിലേക്ക് നോക്കിയപ്പോൾ ദാവീദ് നിലത്തേക്ക് മുഖം കുനിച്ച് അവനെ വണങ്ങി. ദാവീദ് സാവൂളിനോട് ചോദിച്ചു, ഇതാ ദാവീദ് നിൻ്റെ നാശം അന്വേഷിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ്റെ വാക്കുകൾ നീ കേൾക്കുന്നതെന്തിന്? കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഇതാ. ഈ ദിവസം നിൻ്റെ കണ്ണുകൾ തന്നെ കണ്ടുവല്ലോ. നിന്നെ കൊല്ലുന്നത് വഴി ഞാൻ എന്നോട് ദാക്ഷിണ്യം കാണിക്കണമെന്ന് ഒരാൾ നിർദ്ദേശിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ യജമാനെതിരെ ഞാൻ എൻ്റെ കൈ നീട്ടുകയില്ല, എന്തെന്നാൽ അദ്ദേഹം കർത്താവിൻ്റെ അഭിഷിക്തനാണ് എന്നാണ്. എൻ്റെ പിതാവെ നോക്കൂ, എൻ്റെ കയ്യിലുള്ള നിൻ്റെ നിലയങ്കിയുടെ അറ്റം കൂടി കാണൂ. നിൻ്റെ അങ്കിയുടെ അറ്റം ഞാൻ മുറിച്ചപ്പോൾ നിന്നെ ഞാൻ കൊന്നില്ലല്ലോ. അങ്ങനെ എൻ്റെ കയ്യിൽ തിന്മയോ അതിക്രമമോ ഇല്ലെന്ന് നീ കണ്ടു ബോധ്യപ്പെട്ടാലും ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും എൻ്റെ ജീവനെടുക്കാനായി നീ പതിയിരിക്കുന്നു. എനിക്കും നിനക്കുമിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി നിന്നോട് പകരം ചോദിക്കട്ടെ. എൻ്റെ കരം നിനക്കെതിരായിരിക്കുകയില്ല. പൂർവികരുടെ പഴമൊഴി പറയുന്നത് പോലെ ദുഷ്ടരിൽ നിന്നേ ദുഷ്ടത പുറപ്പെടും. എന്നാൽ എൻ്റെ കൈ നിനക്കെതിരായിരിക്കുകയില്ല. ആർക്കു പിമ്പെയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്?
ആർക്കു മുമ്പെയാണ് നീ ഓടുന്നത്? ചത്ത പട്ടിക്ക് പിമ്പെ, ഒരു ചെള്ളിനു പിമ്പെ. കർത്താവ് വിധിയാളനായിരിക്കട്ടെ. എനിക്കും നിനക്കുമിടയിൽ അവിടുന്ന് ന്യായം വിധിക്കട്ടെ. അവിടുന്ന് പരിശോധിച്ച് എൻ്റെ വാദം പരിഗണിച്ച് നിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കട്ടെ. ദാവീദ് സാവൂളിനോട് ഈ വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സാവൂൾ, എൻ്റെ മകനെ ദാവീദേ, ഇത് നിൻ്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചു. സാവൂൾ സ്വരമുയർത്തി കരഞ്ഞു. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്. എന്തെന്നാൽ ഞാൻ നിന്നോട് തിന്മ ചെയ്തപ്പോൾ നീ എനിക്ക് നന്മയാണ് പകരം ചെയ്തത്. നീ എന്നോട് ചെയ്ത നന്മ, അതായത് നിൻ്റെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതിരുന്നത് ഇന്ന് നീ വിശദീകരിച്ചു. ഒരാൾ തൻ്റെ ശത്രുവിനെ കണ്ടെത്തിയിട്ടും അവനെ അവൻ്റെ വഴിക്ക് വിട്ടയക്കുന്നത് നന്മയാണ്. ഇന്ന് നീ എനിക്ക് ചെയ്തതിന് പകരമായി കർത്താവ് നിനക്ക് നന്മ സമ്മാനിക്കട്ടെ. ഇപ്പോൾ ഇതാ, നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേൽ രാജ്യം നിൻ്റെ കയ്യിൽ നിലനിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ആകയാൽ എനിക്ക് ശേഷം എൻ്റെ സന്തതിയെ വിച്ഛേദിക്കുകയില്ലെന്നും എൻ്റെ നാമം എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ലെന്നും കർത്താവിനെ കൊണ്ട് നീ എന്നോട് ശപഥം ചെയ്യുക. അപ്പോൾ ദാവീദ് സാവൂളിനോട് ശപഥം ചെയ്തു. സാവൂൾ തൻ്റെ ഭവനത്തിലേക്ക് പോയി. ദാവീദും അവൻ്റെ ആളുകളുമാകട്ടെ രക്ഷാസങ്കേതത്തിലേക്കും കയറിപ്പോയി. സങ്കീർത്തനം 57. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ. ഗായക നേതാവിന് നശിപ്പിക്കരുതേ ദാവീദിൻ്റേത് മിക്താം. ഗുഹയിലായിരുന്ന സാവൂളിൻ്റെ മുമ്പിൽ നിന്ന് അവൻ ഓടിയപ്പോൾ, എന്നിൽ കനിയണമേ ദൈവമേ, എന്നിൽ കനിയണമേ. വിനാശങ്ങൾ കടന്നു പോകുവോളം അങ്ങിലാണല്ലോ എൻ്റെ ആത്മാവ് അഭയം തേടുന്നത്. അങ്ങേ ചിറകുകളുടെ തണലിലാണല്ലോ ഞാൻ ശരണം പ്രാപിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തെ, എനിക്കായി എല്ലാം നിറവേറ്റുന്ന തമ്പുരാനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ആളയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവനെ അവിടുന്ന് അപമാനിക്കും. സെല. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എൻ്റെ ആത്മാവെ, മനുഷ്യമക്കളെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ ശയിക്കുന്നത്. അവയുടെ പല്ലുകൾ കുന്തവും അമ്പുകളുമാണ്. അവയുടെ നാവ് മൂർച്ചയുള്ള വാളാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവനുമേലും. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. എൻ്റെ മനസ്സിടിഞ്ഞുപോയി. അവർ എൻ്റെ മുമ്പിൽ കുഴി കുഴിച്ചു, അതിൽ സ്വയം നിബന്ധിച്ചു. സെല. എൻ്റെ ഹൃദയം സ്ഥിരതയുള്ളതാണ്. ദൈവമേ, എൻ്റെ ഹൃദയം സ്ഥിരതയുള്ളതാണ്. ഞാൻ ഗീതമാലപിച്ച് പ്രകീർത്തിക്കും. എൻ്റെ ഉള്ളമേ ഉണരുക, വീണയെ കിന്നരമേ ഉണരുക. ഞാൻ ഉഷസ്സിനെ ഉണർത്തട്ടെ. നാഥ, ജനങ്ങൾക്കിടയിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. ജനപദങ്ങൾക്കിടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. എന്തെന്നാൽ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം വലുതാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവനും മേൽ ആകട്ടെ.